പശ്ചിമ ബംഗാളിന്റെ തെരുവുകളിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് അരങ്ങേറുന്നത്. മറ്റൊരു രീതിയിലൂടെ തന്നെ കലാപം സൃഷ്ടിക്കാനുള്ള നീക്കമാണിപ്പോൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിലൂടെ തന്നെ നടക്കുന്നത്. ഇവിടെ പരിക്കേറ്റ അഭിഷേക് ബാനർജിക്ക് അദ്ദേഹത്തിന് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയും ആശുപത്രിയിൽ ചികിത്സ നൽകിയില്ല എന്ന ആരോപണമായിട്ട് ഇപ്പോൾ മമതാ ബാനർജി രംഗത്ത് വന്നിരിക്കുകയാണ്. തെരുവിൽ പ്രതിഷേധിക്കാൻ പോലും തൃണമൂൽ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് മമത. ഇതാകട്ടെ ബംഗാളിലെ ജനങ്ങളിൽ എത്രത്തോളം അസ്വസ്ഥതയായിരുന്നു ഇവിടെ എന്നതിൽ ഏറ്റവും വലിയൊരു തെളിവായി തന്നെയാണ് ഈ ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ വരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഇതോടുകൂടി തന്നെ ബംഗാൾ രാഷ്ട്രീയത്തിൽ കൂടുതൽ കല്ലുകടികൾക്ക് ഇടയാക്കുന്ന സംഭവങ്ങളാണ് നടക്കുന്നത്. സോനാർപൂരിൽ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആക്രമണങ്ങളിൽ ഇരയായ കുടുംബങ്ങളെ സന്ദർശിക്കാൻ എത്തിയ വേളയിലാണ് അഭിഷേക് ബാനർജിക്ക് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അഭിഷേക് ബാനർജിക്ക് നേരെ ഇപ്പോൾ പ്രതിഷേധകർ രംഗത്ത് വരികയും ഇതിൽ 5 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അഭിഷേക് ബാനർജിക്ക് നേരെ മുട്ട, കല്ല്, ചെരുപ്പ് എന്നിവ എറിഞ്ഞതായും ഒരു കല്ല് കണ്ണിന് സമീപം പതിച്ചതായും തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അഭിഷേക് ബാനർജിക്കെതിരായ ആരോപണത്തെ തുടർന്നുകൊണ്ട് തന്നെ വെസ്റ്റ് ബംഗാളിൽ രാഷ്ട്രീയ പോര് കടുക്കുകയാണ്. സംഭവത്തെ ജനാധിപത്യത്തിന്റെ കൊലപാതകം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാക്കൾ ശക്തമായി തന്നെ രംഗത്തെത്തിയപ്പോൾ എല്ലാ ആരോപണങ്ങളും തള്ളിക്കറിഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ തിരിച്ചടിച്ചുകൊണ്ട് BJPക്ക് സംസാരിക്കാൻ സാധിച്ചു എന്നതാണ് മറ്റൊരു വസ്തുത. മാത്രമല്ല വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് ബംഗാളിൽ ഇപ്പോൾ അരങ്ങേറുന്നത്. ഇതൊരു കലാപത്തിന് സമാനമായ രീതിയിലേക്ക് അല്ലെങ്കിൽ BJP സർക്കാരിനെ താഴ്ത്തിക്കെട്ടാനുള്ള മമതയുടെ ഒരു ഗൂഢ പദ്ധതിയായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നതായി തന്നെ ചില വ്യക്തികൾ, രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനോട് വിലയിരുത്തുന്നത്. സംഭവത്തിന് പിന്നാലെ തന്നെ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഭരണകൂടം എതിരാളികളെ നേരിടാൻ ആക്രമണം പ്രയോഗിക്കുകയാണ് എന്നും രാഷ്ട്രീയ വൈരാഗ്യം ഇപ്പോൾ അപകടകരമായ ഘട്ടത്തിലൂടെയാണ് ഇരിക്കുന്നതെന്നും അവർ ആരോപണം ഉന്നയിക്കുന്നു. അതേസമയം ആക്രമണത്തിന് പിന്നിൽ BJP ആണ് എന്നും അഭിഷേക് ബാനർജി തുറന്നടിച്ചു. മുഴുവൻ സംഭവവും ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് എന്നും നിയമ നടപടിയിലേക്ക് നീങ്ങുമെന്നുമാണ് ഇപ്പോൾ അഭിഷേക് ബാനർജി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടെ തന്നെ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ആക്രമണത്തെ അപലപിച്ചു. രാഷ്ട്രീയ ഭിന്നതകൾ ഒരിക്കലും ആക്രമണത്തിന് ന്യായീകരണമാകില്ല എന്നും ജനാധിപത്യത്തിൽ ഇത്തരം സംഭവങ്ങൾ അതീവ ഗുരുതരമാണ് എന്നും നേതാക്കൾ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ ആരോപണങ്ങളും BJP നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ജനങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെയുള്ള അതൃപ്തിയാണ് പ്രതിഷേധവുമായി തന്നെ പുറത്തു വന്നതെന്നും അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും BJP നേതാക്കൾ പ്രതികരിച്ചു. സംഭവം നടന്ന സമയത്ത് സുരക്ഷാ സംവിധാനങ്ങൾ എവിടെയായിരുന്നുവെന്ന ചോദ്യം പോലും ഇപ്പോൾ ഉയരുകയാണ്. ആക്രമണം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണോ എന്ന കാര്യത്തിലും രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ ശക്തമാവുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ ഇതിനോടകം തന്നെ സംഘർഷഭരിതമായ അന്തരീക്ഷമാണ് ബംഗാളിലുള്ളത്. ഇത് പുതിയ രീതിയിലുള്ള സംഭവം സംസ്ഥാന രാഷ്ട്രീയത്തെ കൂടുതൽ ചൂട് പിടിപ്പിക്കുകയാണ്. ഭരണകക്ഷിയും പ്രതിപക്ഷവും പരസ്പരം കുറ്റപ്പെടുത്തുന്നതിനിടെ തന്നെ അടുത്ത ദിവസങ്ങളിൽ ബംഗാൾ രാഷ്ട്രീയത്തിൽ കൂടുതൽ സംഘർഷങ്ങൾ മാത്രമല്ല പ്രതിഷേധ പ്രകടനങ്ങൾ പോലും ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ വളരെയധികം സങ്കടത്തോടു കൂടി തന്നെ പറയുന്ന മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.